ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ആറ്റുകാൽ പൊങ്കാലൊക്കെ വരുന്ന എല്ലാ ഹിന്ദു ഭക്തർക്കും അവിടെയുള്ള മുസ്ലിങ്ങൾ എല്ലാ സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പാളയം ഇമാമില്ലേ, ഇമാമിന് ഇപ്പം സംഖ്യകൾ മൊത്തം ഇരുന്ന് തെറിവിളിക്കലാണ്. തെറിവിളിക്കൽ മാത്രമല്ല, ഇപ്പൊ പാളയം ഇമാമാണ് സംഖ്യകളുടെ കണ്ണിൽ ഏറ്റവും വലിയ വർഗീയവാദി. സംഖ്യകൾ പറഞ്ഞത് പാളയം ഇമാമിനെ പോലത്തെ ഒരു ഉടായ്പ് ലോകത്താരും ഇല്ല എന്നാണ്. ഈ സംഭവത്തിൽ നമ്മൾ പാളയം ഇമാമിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് വന്നത് രണ്ട് സംഖ്യകളാണ്. ആദ്യത്തെ സംഖ്യയുടെ പേര് ഭാസ്കരൻ നായർ അജയൻ, രണ്ടാമത്തത് ഒരു കുലസ്ത്രീ സംഘിണിയാണ്. ആ സംഘിണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയുന്നതാണ് ലക്ഷ്മി കാനത്ത് എന്ന പേരുള്ള ഒരു കുലസ്ത്രീ സംഘിണി. ഈ രണ്ട് സംഖ്യകളാണ് പാളയം ഇമാമിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്താണ് നമുക്ക് ഭാസ്കരൻ നായർ അജയൻ ഇമാമിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വന്നാലോ? കോൺഗ്രസിനെ ജയിപ്പിക്കണം, ഹിന്ദു വോട്ട് വേണം, ബഹുമാനപ്പെട്ട പാളയം ഇമാം ഇങ്ങനെ സ്നേഹിച്ച് നക്കിക്കൊല്ലല്ലേ. ഓ എന്തൊരു സ്നേഹം, കഴിഞ്ഞ വർഷം വരെ കാണാത്ത മതേതര സ്നേഹം. പാളയം ഇമാം സാർ പറഞ്ഞത് കേട്ടില്ലേ? ആദ്യം നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ആറ്റുകാൽ പൊങ്കാലക്കെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ വിശ്രമ സൗകര്യങ്ങളും ശുചിമുറി സൗകര്യങ്ങളും ഒരുക്കാൻ വീടുകളും മസ്ജിദുകളും തുറന്നു നൽകണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി ആഹ്വാനം ചെയ്തു. റമദാൻ നോമ്പ് കാലമാണെങ്കിലും ഭക്തർക്കായി ഭക്ഷണവും പാനീയങ്ങളും കരുതണമെന്നും അദ്ദേഹം ഓർപ്പിച്ചു. സ്നേഹത്തിലൂടെയും സഹോദരത്തിലൂടെയും മാത്രമേ വിദ്വേഷത്തിന്റെ ഇസ്ലാമോഫോബിയുടെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നും ജാതിമത വ്യത്യാസമില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ദൈവപ്രീതിക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനിയാണ് നമ്മൾ ഭാസ്കരൻ നായരുടെ ശരിയായ കുതിരിപ്പ് വരുന്നത് കേട്ടാ. ഏകദേശം നൂറ്റാണ്ടുകളായി ആറ്റുകാൽ പൊങ്കാല ഇവിടെ തന്നെയുണ്ട്. ആറ്റുകാൽ മണക്കാട് പ്രദേശത്തുള്ള മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഏവരും ഒരേ മനസ്സോടെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന അമ്മ സഹോദരന്മാരെ സ്വീകരിക്കുന്നത്, അവർക്ക് ശുചിമുറി സൗകര്യം ഒരുക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം വരെ കേന്ദ്ര സർക്കാരിനെ റംദാൻ കാലത്ത് അടിപടൽ വിമർശിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിൽ പാകിസ്ഥാനിൽ ഇത്രയും ഭീകരമായി ഹിന്ദുവേട്ട നടത്തിയിട്ടും കമ എന്നൊരക്ഷരം മിണ്ടാത്ത ഹിന്ദു മതത്തിലെ പെൺകുട്ടികളെ മതം മാറ്റി സിറിയൽ കൊണ്ടുപോയതിനെ കുറിച്ച് ഒറ്റ അക്ഷരം പോലും മിണ്ടാത്ത സത്യസാരനെ തുറന്നു വെച്ച് ഹിന്ദു മതം മാറ്റം തകൃതിയായി നടത്തിയിട്ടും ഒന്നും മിണ്ടാത്ത മയക്കുമരുന്നിന്റെ പൈശാചിക ക്രൂരതയെക്കുറിച്ച് ചെറുപ്പക്കാരെ അവബോധം നടത്താത്ത എന്തിനേറെ അവലും മലരും കരുതി വെച്ചു എന്ന് വിളിച്ചത് തെറ്റാണ് എന്ന് ഒരേ ഒരു വാക്ക് പോലും മിണ്ടാത്ത PFI നിരോധിച്ചപ്പോൾ അതിനെതിരെ ചന്ദ്രഹാസം വിളക്കി പ്രതിരോധിച്ച ബഹുമാനായ പാളയം ഇമാം മൗലവി VP സുഹൈബ് സാഹിബ് നോമ്പുകാലമായിട്ടും ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും എന്നറിയാം. ഇതുപോലൊരു വൃത്തികെട്ട മനസ്സുള്ളൊരു സംഗീന നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. ഇതിൽ വരെ വർഗീയത കാണുന്ന എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വൃത്തികെട്ടവൻ എഴുതി വെച്ചിട്ടുള്ളത്. ആദ്യമേ ഞാനുണ്ടല്ല ഭാസ്കരൻ നായരോട് ഒരു കാര്യം പറട്ടെ. ഇമാം പറഞ്ഞത് അവിടുത്തെ മുസ്ലിങ്ങളോടാണ്. അത് പറഞ്ഞത് പൊങ്കാലക്ക് വരുന്ന ഹിന്ദു ഭക്തരല്ലേ, ഹിന്ദു ഭക്തരെ സഹായിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ പൊങ്കാല തകർക്കാൻ വേണ്ടി പൊങ്കാലയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്ന സംഘികളെ സഹായിക്കാൻ വേണ്ടി ഇമാം എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ താങ്കൾ തന്നെ ഈ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അവിടെ പൊങ്കാലക്ക് വരുന്നവരെ സഹായിക്കുന്നത് അവിടെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദുക്കൾ തന്നെയാണെന്ന്. അല്ലാതെ സംഘികളല്ലല്ലോ അവിടെ വരുന്ന ഹിന്ദു ഭക്തരെ സഹായിച്ചിട്ടുള്ളത് ഇത്രയും കാലം. അവിടെ വരുന്നവരൊക്കെ അവിടെ പള്ളികളിൽ ടോയ്ലറ്റ് സൗകര്യവും വിശ്രമമുറികളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. എന്റെ സംഘി നായറെ, ഇനി നാളെ പൊങ്കാല നടക്കുമ്പോഴല്ലോ അവിടെ വരുന്ന ഹിന്ദു ഭക്തരല്ലേ, അവിടെയുള്ള പള്ളികളിൽ എന്തൊക്കെ സൗകര്യം അവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കും എന്റെ സംഘി നായറെ. താനൊക്കെ എല്ലാ സാധനത്തിലും ഇങ്ങനെ വർഗീയത കാണുന്നത്, സോറി നിങ്ങൾ സംഘികളല്ലേ, സംഘികൾ പിന്നെ വർഗീയത അല്ലാണ്ട് വേറൊന്നും കാണില്ലല്ലോ. അത് മാത്രമല്ല നിങ്ങളെ കണ്ണുപെടൂ. പിന്നെ ഭാസ്കരൻ നായരുടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇമാം ഇക്കാര്യം പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി അവിടെയുള്ള മുസ്ലിങ്ങൾ അവിടെയുള്ള ഹിന്ദുക്കളാ, ഭക്തരായ ഹിന്ദുക്കളുണ്ടല്ല പൊങ്കാലൊക്കെ വരുന്നത് അവരെ സഹായിക്കുക തന്നെ ചെയ്യും. അത് ഇന്നലെയും സഹായിച്ചിട്ടുണ്ട്, നാളെയും സഹായിച്ചിട്ടുണ്ട്, ഇനി വരും കാലങ്ങളിലും മുസ്ലിങ്ങൾ അവിടെ വരുന്ന ഹിന്ദു ഭക്തരുണ്ടല്ല സഹായിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇപ്രാവശ്യം മാത്രം എന്തിനാണ് സംഘി നായരെ നിങ്ങൾക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നത്? ഓഹോ, കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കുരുപൊട്ടുന്നല്ലേ. BJP ഭരിക്കുന്നെടുക്കാം മറ്റു മതങ്ങൾ ആരെയും സഹായിക്കാൻ പാടില്ലായിരിക്കും അല്ലേ. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ ഹിന്ദുക്കളുടെ ആഘോഷം എടുക്കാം, മറ്റുള്ള മതക്കാർക്ക് കച്ചവടം നടത്താനോ മറ്റുള്ള മതക്കാർക്ക് വരാൻ കൂടി കഴിയില്ലല്ലോ. അതേ അവസ്ഥ കേരളത്തിലും തിരുവനന്തപുരത്തും കൊണ്ടുവരാനായിരിക്കും അല്ലേ എന്റെ സംഘീനായരുടെ ചിന്താഗതി. എന്റെ സംഘീനായരെ അതൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ ആ പരിപാടിയായിട്ട് ഇറങ്ങിയുണ്ടല്ലോ പൊങ്കാലൊക്കെ ഉണ്ടല്ലോ അവിടെ വരുന്ന നല്ല ഹിന്ദു ഭക്തരുണ്ട്. അവരുണ്ടല്ല നിങ്ങൾ സംഘിയുടെ നെഞ്ചത്ത് നല്ല ഒന്നൊന്നര പൊങ്കാല ഇടും കേട്ടോ. അതുകൊണ്ട് സംഘീനായർ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഭവനത്തിൽ പോയിട്ട് മാത്രം കാണിച്ചോട്ടാ. പുറത്തിറങ്ങിയിട്ട് പൊങ്കാലകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പൊങ്കാല ഉറപ്പായിട്ട് ഭാസ്കരൻ നായരുടെ നെഞ്ചത്ത് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് കുലസ്ത്രീ സംഘിനി ലക്ഷ്മി കാനത്തിന് എങ്ങനെയാണ് കുരുപൊട്ടി ഒന്ന് കണ്ടിട്ട് വന്നാലോ? കോൺഗ്രസിനെ ജയിപ്പിക്കണം, അതിനാണ് ഇപ്പോൾ ഒരു പൂഴിക്കടകൻ. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയ്ക്കെതിരെ കമ എന്നൊരക്ഷരം പറഞ്ഞോ
ഹിന്ദുക്കളുടെ വിഗ്രഹാരാധനയും പൂജാദ്രവ്യങ്ങളും ഒന്നും അംഗീകരിക്കാത്ത ഇപ്പൊ പെട്ടെന്ന് അങ്ങ് മലക്കം വരുന്നത് കോൺഗ്രസിലേക്ക് പൊട്ടൻ മതേതര ഹിന്ദുക്കളുടെ വോട്ട് മറിക്കാനാണ്. ഈ കുലശ്രീ സംഘടനയ്ക്ക് ഉണ്ടല്ലോ, എല്ലാത്തിലും രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, വോട്ട് മാത്രമേ ഉള്ളൂ. ഭക്തി എന്ന് പറഞ്ഞ സാധനമൊന്നും ഈ കുലശ്രീ സംഘടനയ്ക്കില്ല. പിന്നെ ഈ കുലശ്രീ സംഘടന ഇതിന്റെ അകത്ത് ഇപ്പം ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ബംഗ്ലാദേശൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്റെ കുലശ്രീ സംഘടന. ഈ ഇന്ത്യയിൽ തന്നെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ദളിതരല്ലേ, ദളിതർക്കെതിരെ നിങ്ങളെ സംഘപരിവാർ, സവർണ സംഘപരിവാർ എത്രമാത്രം അക്രമങ്ങൾ നടത്തുന്നുണ്ട്. തൽക്കാലം നമുക്ക് പാളയം ഇമാമ് പ്രതികരിക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഹിന്ദുക്കളായ ദളിതർക്കെതിരെ നിന്റെ സംഘപരിവാർ അക്രമം നടത്തിയിട്ട് നിന്റെ ഈ വൃത്തികെട്ട പേജിൽ ഒരിക്കൽ പോലും സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ട് ഒരക്ഷരം നീ എഴുതിയിട്ടില്ലല്ലോ. അങ്ങനെ നിന്റെ സംഘപരിവാർ ഹിന്ദുക്കളായ ദളിതരെ ആക്രമിക്കുമ്പോൾ ഒരക്ഷരം മുണ്ടാത്ത നീ ഉണ്ടല്ല. പാളയം ഇമാമ അമേരിക്കനെ കുറിച്ചും ബംഗ്ലാദേശിനെ കുറിച്ചൊക്കെ മുണ്ടെന്ന് പറഞ്ഞത് തൽക്കാലം അവിടെ നാളായി മടക്കി നിന്റെ കീശ തന്നെ ഇട്ടോട്ടാ. ഇനി തിരുവനന്തപുരത്തെ വേറൊരു കാര്യം നമുക്ക് കാണാം. നാളെ പൊങ്കാലയാണ്. അവിടെയുള്ള കുടിവെള്ളം എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ല. കുടിവെള്ളമില്ല, മലിനജലമില്ല, പൊട്ടി ഒഴുകിയെന്ന്. പൊങ്കാലിടാൻ വേണ്ടി റോഡ് സൈഡിൽ പൊങ്കാലിടാൻ വേണ്ടി വരെ സൗകര്യമില്ല. അമ്മാതിരി വൃത്തികെട്ട അവസ്ഥയിലാണ് തിരുവനന്തപുരം ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഭയങ്കരമായിട്ട് ഭക്തിമാർഗം പറഞ്ഞിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കയറിയ BJP ഉണ്ടല്ല, ആ BJPന്റെ കീഴിൽ ഇന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? കോർപ്പറേഷന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്തുമേടി ജനങ്ങളായി വന്നു പോകുന്നത്. ഇതിനു മുമ്പ് ഇല്ലായിരുന്നു, ഇത്രയില്ലായിരുന്നു. ആ ഒരു പൊങ്കാല സമയത്ത് ഈ പണി എടുക്കുന്നതൊന്ന് പൂർത്തിയാക്കിയിരുന്നു, അതും ചെയ്തില്ല. അതുകൊണ്ടാണ് അവിടെയെല്ലാം ചളി ഇങ്ങനെ വന്നത്. അപ്പൊ ആ ചളിയിലല്ലേ ഇരിക്കേണ്ട ആള്. മുമ്പൊക്കെ വരുമ്പോൾ നല്ല നീറ്റായിരുന്നു. ഞാൻ വന്നിട്ട് ഒരു 10 വർഷത്തിന് മുകളിലാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ വൃത്തിയോട് ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ട് കാണുമ്പോൾ. കോർപ്പറേഷന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് ഇത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. വെള്ളമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്കൊക്കെ. അത് നടക്കാനും തന്നെ പിന്നെ അടുപ്പൂട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. 98 തൊട്ട് ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ട് തന്നെയല്ലേ, ചെളിക്കത്ത് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിലായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇത്രയും ജനങ്ങൾ വരുന്നതല്ലേ, അവരൊന്നും ശരിയാക്കണ്ടല്ലേ. ഇവിടെ നോക്കേണ്ടതായിരുന്നു, ഇത്രയും ജനങ്ങൾ വരണതല്ലേ. അതുകൊണ്ട് നാറ്റം സഹിക്കാൻ വയ്യ. നമ്മളിരിക്കും ദേവിയുടെ ഒന്നും പറയാനൊക്കത്തില്ലല്ലോ. എന്തുമേടി ജനങ്ങളായി വന്നു പോകുന്നത്. ചെളിയും വെള്ളം, അവിടെ ചെളിയും വെള്ളം. ഇതിനു മുമ്പ് ഇല്ലായിരുന്നു, ഇത്രയില്ലായിരുന്നു. അവിടെ നമുക്ക് കിട്ടിയ സ്ഥലത്ത് വെറും ചളിയായിരുന്നു. വന്നപ്പോൾ ഞാൻ 5-8 വർഷം ഇവിടെ വരൽ തുടങ്ങി. ഇങ്ങനെ അവസ്ഥ ഉണ്ടാവില്ല. ഒരു മുൻകരുതൽ എടുക്കായിരുന്നു അധികാരികൾ. ഇവിടെ ചളിയൊക്കെ നിറഞ്ഞാൽ അത്രയും ജനങ്ങൾ വരാനുള്ളത്. അപ്പോൾ അത്രയും പ്രസിദ്ധി ആർച്ച ഒരു വാച്ചവലി പൊങ്കാല നടക്കുമ്പോൾ ഇവിടെ അധികാരികൾക്കൊരു മണ്ണൊക്കെ ഇട്ടിട്ടൊന്ന് ലെവലാക്കാമായിരുന്നു. ചെളിയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്ക് ഇതിനൊക്കെ എവിടെ സമയം? അവരുടെ ഡൽഹിയിലേക്ക് ടൂർ പോകാനുള്ള തിരക്കല്ലേ അവർക്കെല്ലാം. അതുമാത്രമോ ട്രെയിനിൽ നിന്ന് ഗണഗീതം പാടാനും ആഘോഷിക്കാനും മാത്രമല്ല അവർക്ക് സമയമുള്ളൂ. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ അവർക്ക് റീൽസ് ചെയ്യണം. കാരണം അവർ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് തള്ളില്ലേ, ആ തള്ളിന്റെ റീൽസ് ചെയ്യാനാണ് ബാക്കിയുള്ള സമയം അവർക്കുള്ളത്. ഇതൊന്നും കണ്ടുകഴിഞ്ഞാൽ അവിടുത്തെ BJPക്കാർക്കുണ്ടല്ല കുരു പൊട്ടുകയേയില്ല. ഈ പറഞ്ഞ 2 BJPക്കാർക്കില്ലേ, ഇവർക്കൊന്നും അത് കണ്ടാൽ കുരു പൊട്ടുകയേയില്ല. അതായത് BJP ഭരിക്കുന്ന സ്ഥലത്ത് എന്ത് വൃത്തികേട് കണ്ടാലും BJPക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. അവിടെ CPM-ഓ കോൺഗ്രസോ ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ അവിടെ സംഘികൾ വർഗീയത പറഞ്ഞ് എന്തൊക്കെ കുരുപൊട്ടിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് സ്വന്തം പാർട്ടി ഇമാതിരി വൃത്തികേട് കാണിച്ചിട്ട് അവിടെ വരുന്ന ഭക്തർക്ക് യാതൊരു സൗകര്യം ചെയ്യാതിരുന്നിട്ടും സംഖ്യക്ക് യാതൊരു കുഴപ്പമില്ല. എന്നിട്ട് അവിടെ വേറെ ഏതെങ്കിലും ഒരു മതക്കാരൻ വന്നിട്ട് ഹിന്ദു ഭക്തരെ സഹായിക്കണം എന്ന് പറയുമ്പോൾ അതാണ് ഈ ചാണക സംഖ്യ കുരുപൊട്ടിക്കുന്നത്. എന്നിട്ട് സഹായിക്കാൻ വരുന്നവരെ മതം നോക്കിയിട്ട് കുരുപൊട്ടിക്കാൻ വേണ്ടി നാണവും മാനവും ഉളുപ്പൂലെ എന്റെ ഭാസ്കരൻ നായർ, എന്റെ ലക്ഷ്മികാന്ത് എന്ന കുലശ്രീ സംഘിണി. അതുകൊണ്ട് അവിടെ കിടന്ന് കുരുപൊട്ടിക്കുന്ന പൊങ്കാലന്റെ ഇടക്ക് കിടന്ന് കുരുപൊട്ടിക്കുന്ന സംഖ്യയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അവിടെ ഹിന്ദുവും സഹായിക്കും, മുസ്ലിമും സഹായിക്കും, ക്രൈസ്തവനും സഹായിക്കും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അവിടെ കോർപ്പറേഷന്റെ ഭരണം നമ്മക്കാന്ന് പറ്റും ഏതെങ്കിലും ചാണക സംഖ്യ അവിടെ ഷോ കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊങ്കാല ഷോ കാണിക്കുന്ന സംഖ്യയുടെ നെഞ്ചത്തായിരിക്കും അവിടെയുള്ള ഭക്തർ കാണിക്കുക. അതുകൊണ്ട് ഭാസ്കരൻ നായരോടും ലക്ഷ്മികാന്ത് എന്ന കുലശ്രീ സംഖ്യയോടും ഞാൻ പറഞ്ഞ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. ഇനിയും നിങ്ങൾ കുരുവട്ടലായിട്ട് വരുന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങളെ കുരു ഞാൻ അന്നേരം പൊട്ടിക്കാട്ടാം. അപ്പൊ ഒരിക്കൽ കൂടി പാളയം ഇമാമിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.